അപ്പോൾ ലാസ്റ്റ് വീഡിയോ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അതായത് വിയും ഡബ്ല്യൂയും രണ്ട് വെക്ടർ സ്പേസസ് ആണ് ഓവർ എഫ് എങ്കിൽ ഡബ്ല്യു റേസ് ടു വി ഈസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ്. ഡബ്ല്യു റേസ് ടു വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വി എന്ന് ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ കളക്ഷൻ. ഇതൊരു വെക്ടർ സ്പേസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി ഈ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു സബ്സെറ്റ് പരിഗണിക്കാം. ഇവിടെ ഓർക്കണം, വി എന്ന് ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും ഈ കളക്ഷനിലുണ്ട്. പക്ഷേ ഇനി ഞാൻ അതിൻ്റെ ഒരു സബ്സെറ്റ് പരിഗണിക്കാം. സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം വി ടു ഡബ്ല്യു. വി ടു ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതും എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും എന്താണ്? ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഫ്രം വി ടു ഡബ്ല്യു. പക്ഷേ അതിൻ്റെ ലീനിയാരിറ്റി കണ്ടീഷൻസും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രം. അപ്പം ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ. വി ടു ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം തന്നെ ഫംഗ്ഷൻസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ദിസ് സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ് അല്ലേ. ഈ സെറ്റിനൊരു സ്പെഷ്യൽ നൊട്ടേഷൻ ഉണ്ട്. ഇതിന് എൽ വി ഡബ്ല്യു എന്നാണ് നോട്ട് ചെയ്തേക്കണ നൊട്ടേഷൻ. അതായത് വി എന്ന് ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് അങ്ങനെയാണ് എൽ വി ഡബ്ല്യു. ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ വേണം. അപ്പം ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എൽ വി ഡബ്ല്യു ഇതിൻ്റെ സബ്സെറ്റ് ആണല്ലോ. എൽ വി ഡബ്ല്യു ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു റേസ് ടു നമുക്കറിയാം. നമ്മളിനി ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന പ്രശ്നം ഇതിൻ്റെ ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യലാണ്. അതായത് ഷോ ദാറ്റ് എൽ വി ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു റേസ് ടു വി. ഞാൻ ഇവിടെ ഇതൊക്കെ മാച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്തിട്ട് ഈ വീഡിയോ നിർത്താം. എന്താ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഷോ ദാറ്റ് എൽ വി ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു റേസ് ടു വി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. നിങ്ങളും സ്വന്തം ട്രൈ ചെയ്തോളൂ. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യേണ്ടത്? സബ്സ്പേസ് ആണ് പ്രൂവ് ചെയ്യാൻ. ഒരു വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് സബ്സ്പേസ് ആണ് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ പറയണം? നമ്മൾ ആ സബ്സെറ്റിൽ ആ സ്പേസിൽ 0 ഉണ്ടെന്ന് പറയണം. പിന്നെ ആ സബ്സെറ്റ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയണം. പിന്നെ ആ സബ്സെറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 3 കാര്യം പറഞ്ഞാൽ പോരെ. അപ്പോൾ നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ സബ്സ്പേസ് ആണ് ഈ സബ്സെറ്റ് എന്ന് കാണിക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയണം? ഇവിടുത്തെ 0 ഇവിടെ ഉണ്ടെന്ന് പറയണം. ആൻഡ് ദിസ് സെറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയണം. മാത്രമല്ല ദിസ് സെറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇതൊക്കെ പറയണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. സോ പ്രൂഫ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്താ വേണ്ടത്? ഇവിടുത്തെ 0 ഇവിടെ ഉണ്ടെന്ന് പറയണം. കൺസിഡർ 0 ബിലോങ്സ് ടു ഡബ്ല്യു റേസ് ടു വി. അതായത് ഈ സ്പേസിൽ 0 വെക്ടർ എടുക്കുക. ഈ സ്പേസിൽ 0 വെക്ടർ തന്നെ എന്താണ്? നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഡബ്ല്യു റേസ് ടു വി ഈസ് എ വെക്ടർ സ്പേസ് എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇവിടുത്തെ 0 വെക്ടർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഞാൻ പറയാം, ഇവിടുത്തെ 0 വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം വി ടു ഡബ്ല്യു അല്ലേ. 0 വെക്ടർ ഈസ് എ ഫംഗ്ഷൻ ഫ്രം വി ടു ഡബ്ല്യു. അതെങ്ങനെ വർക്ക് ചെയ്യുക? ഗിവൺ ബൈ എങ്ങനെ വർക്ക് ചെയ്യുക? 0 ഓഫ് ഇവിടുത്തെ ഏതൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ഔട്ട്പുട്ട് എന്താ വരിക? 0. ഈ ഡബ്ല്യൂയുടെ 0 വെക്ടറാണ് ഔട്ട്പുട്ട് ആയി തരിക. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മളെന്ന് പറയുക 0 ഫംഗ്ഷൻ എന്ന് പറയുക. 0 ഓഫ് യു ഈക്വൽ ടു 0 ഫോർ ഓൾ യു ബിലോങ്സ് ടു ക്യാപിറ്റൽ വി അല്ലേ. ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ വി ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇവിടുത്തെ 0 വെക്ടറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇവിടുത്തെ ഈ 0 ഇവിടെ ഉണ്ടെന്ന് പറയണം. അതിനെന്ത് ചെയ്യും? ഇവിടെ വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? എൽ വി ഡബ്ല്യൂയിൽ ആരാണ്ടാകുക? വി ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം? ഈ 0 ഫംഗ്ഷൻ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യൂ എന്ന് കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഈ 0 ഇവിടെ എത്തിയല്ലോ. സോ അത് നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ എഴുതാം, ഞാൻ വിശദീകരിക്കുന്നില്ല. സോ അടുത്ത് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് എന്താണ്? ദിസ് 0 ഫംഗ്ഷൻ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് കൂടെ കാണിക്കാൻ പോവാണ്. ബാക്കി അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ 0 ഫംഗ്ഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കാൻ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ 2 കണ്ടീഷൻസും 0 ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 2 ലൈനിലും ശ്രദ്ധിക്കുക, ഇവിടെ 2 ടൈപ്പ് 0s കാണാൻ നിങ്ങൾക്ക് അല്ലേ. ഒന്ന് ഇതാ ഇതും പിന്നെ ഏതാ ഇത് ഒക്കെ എന്താണ്? 0 ഫംഗ്ഷനാണ്. പക്ഷേ ഇതോ ഇതൊക്കെ 0 ഫംഗ്ഷനാണോ? അല്ല, ഇത് ഔട്ട്പുട്ടാണ്. 0 ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടല്ലേ അത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഡബ്ല്യൂയിലെ 0 വെക്ടറാണ് വരിക. അപ്പം ഇതും ഒക്കെ എന്താണ്? ഡബ്ല്യൂയിലെ 0 വെക്ടറാണ്. ബാക്കിയുള്ള 0s ഒക്കെ എന്താണ്? ഈ 0 ഫംഗ്ഷനാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ലോ. ഞാൻ വെറുതെ പറഞ്ഞു മാത്രം.
അപ്പം ഈ സീറോ ഫംഗ്ഷൻ വിത്ത് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് സീറോ ഫംഗ്ഷൻ ഇസ് ദെയർ ഇൻ LV W. അപ്പം ഈ വെക്ടർ സ്പേസിൽ സീറോ ഫംഗ്ഷൻ സീറോ ഈ സബ്സെറ്റിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ചുരുക്കി എഴുതിയിട്ട് നമുക്ക് സബ്സ്പേസ് ആവാനുള്ള നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകാം. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ദിസ് LV W ഇസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സമ്മും അതിനകത്തുണ്ടെന്ന് പറയണം. ഇതിനകത്തുള്ള വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കുക, ലെറ്റ് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷൻസ് അല്ലേ, വി ഡബ്ല്യൂക്കുള്ള ട്രാൻസ്ഫോർമേഷൻസ് അല്ലേ ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെക്ടേഴ്സ് നമുക്ക് T1, T2 എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള രണ്ട് വെക്ടേഴ്സാണ് T1 ഉം T2. നമ്മളെന്ത് കാണിക്കണം? ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സം അതായത് T1 + T2 ഈ ഇതിൽ തന്നെ ഉണ്ട്, ഈ സെറ്റിൽ തന്നെ ഉണ്ട്, ഇത് കാണിക്കണം. അപ്പോഴാണ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആവുക. അപ്പോൾ നിങ്ങൾ കാണിച്ചോളൂ. വി നീഡ് ടു ഷോ ദാറ്റ് അല്ലേ, ഇങ്ങനെ നമ്മൾ കാണിക്കേണ്ടത് അല്ലേ. ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ കാണിക്കാൻ LV W രണ്ട് വെക്ടേഴ്സ് T1 ഉം T2 എടുത്തു, അതായത് രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് എടുത്തു, എന്നിട്ട് അതിൻ്റെ സമ്മും LV W ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആയി. അപ്പോൾ ഈ T1 + T2 LV W ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ T1 + T2 V ഡബ്ല്യൂയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കണം. അത് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുക, നിങ്ങളും സ്വന്തം എഴുതിക്കോളൂ. എന്താ T1 + T2 അതും ലീനിയറാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ട്. ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്തത്. അത് നമ്മൾ നേരത്തെ കണ്ടാണ് ലീനിയറാന്ന് കാണിക്കാൻ, ലീനിയറാന്ന് കാണിക്കാൻ ഇങ്ങനെ പ്രൂവ് ചെയ്താൽ പോരെ. T(CU + V) = C × T(U + T(V) എന്ന് കാണിച്ചാൽ പോരെ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മതി. ആ രണ്ട് ലീനിയാരിറ്റി കണ്ടീഷൻസിന് പകരം ഈ ഒറ്റ കണ്ടീഷൻ കാണിച്ചാൽ മതി. നമ്മൾ നേരത്തെ കണ്ടാണ് ഏതോ വീഡിയോയിൽ. സോ അതാ അവിടെ അപ്ലൈ ചെയ്ത്. T1 + T2 ലീനിയറാന്ന് കാണിക്കാൻ T1 + T2 ഓഫ് CU + V = C × T1 + T2 ഓഫ് U + T1 + T2 ഓഫ് V ഞാൻ കാണിച്ചാണ്. ഇതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ LV W രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് എടുത്തപ്പം അതിൻ്റെ സമ്മും നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് കിട്ടിയത്. സോ അതിൻ്റെ സമ്മും എവിടെ ഉണ്ട്? LV ഉണ്ട്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് വന്നു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഏതാണ്? ഈ LV ഇസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനിലാണ്. അതെങ്കിൽ സ്വന്തം ചെയ്യുക. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം ഈ LV ഇതിൻ്റെ സബ്സ്പേസ് ആവാനുള്ള 3 കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാം LV ഈസ് എ സബ്സ്പേസ് ഓഫ് W⁻V. ഇത് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കണം. LV ഈസ് എ സബ്സ്പേസ് ഓഫ് W⁻V. ഈ LV കുറിച്ചുള്ള വിശദമായ ചർച്ചകളെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക. ഇതിൻ്റെ ഡയമെൻഷനൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്ര മതി. ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഉണ്ടാവുക നമ്മൾ പഴയ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഓർത്തിക്കുക. LV ഈസ് എ സബ്സ്പേസ് ഓഫ് W⁻V. സബ്സ്പേസ് എന്നാന്ന് പറയുമ്പോൾ അതൊരു വെക്ടർ സ്പേസ് ആണ്, പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ തന്നെ ഉണ്ടായാലും മതി. അല്ലെങ്കിൽ LV ഈസ് എ വെക്ടർ സ്പേസ്. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ.